മാർഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് ശരിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണി ജോസഫിന്റെ സഹായമാണോ നിങ്ങൾ തേടുന്നത്? ഈ നാടിനകത്ത് നിങ്ങൾ പറ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് തെറ്റ് സംഭവിക്കുന്നു, നിങ്ങളെ വാദം അംഗീകരിക്കാൻ പാടെങ്കിൽ അങ്ങനെ പാർട്ടിക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ തെറ്റിൽ നിന്ന് CPIM-നെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത മാർഗം എന്താ? KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പോയിട്ട് കണ്ടിട്ട് ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന് തെറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പാർട്ടിയെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് KPCC പ്രസിഡന്റുമായിട്ടും പ്രതിപക്ഷ നേതാവുമായിട്ട് ചർച്ച ചെയ്തയാളല്ലേ നിങ്ങൾ എന്നുള്ളത് ഈ നാട് തിരിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത്, കുറച്ച് നാണവും മാരും ഉണ്ടെങ്കിൽ, ലേശം ഉളുപ്പും ഉരിമയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് നിന്നുകൊണ്ട് KPCC പ്രസിഡന്റിനെ കാണുന്നു, VD സതീശനെ കാണുന്നു, പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് ഒരു നാടവുമില്ലാതെ ഇന്നലെ മയ്യിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്നവരുമായിട്ട് എല്ലാ ഗൂഢാലോചനയും നടത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് പോട്ടെ, അവിടെ ചിലപ്പോൾ വരുന്ന ആര് വന്നാലും ചിലപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട്, ഈ പാർട്ടി ഒറ്റുകൊടുത്തുകൊണ്ട്, ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പാർട്ടിയുടെ ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏത് പാരമ്പര്യ നിങ്ങൾ ഈ നാരകത്ത് മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ പാർട്ടി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരുപാട് പ്രകടനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മലപ്പട്ട സെന്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഒരു വർഗവഞ്ചകനെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊത്തുകൂടിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഈ മലപ്പട്ടത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിരവധി വർഷക്കാലം ഇടപെട്ടിട്ടുള്ള TK ഗോവിന്ദ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ശത്രുപക്ഷത്തിന്റെ കൂടാരത്തിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നാം ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ മഹാ അപരാധം ചെയ്തിരിക്കുന്നു എന്ന നിലയിലേക്കാണ് അദ്ദേഹം നാടിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥ വിഷയം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാവ് MV ജയരാജൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയായി എന്നെയാണ് പരിഗണിക്കേണ്ടുന്നത്. ഇതാണ് ഗോവിന്ദ മാസ്റ്ററുടെ ആവശ്യം. ഏത് മാധ്യമ പ്രവർത്തകരുടെ മുന്നിലും മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത് എങ്കിൽ ഇതല്ല എൻ്റെ ആവശ്യമെന്നുള്ളത് ഗോവിന്ദ മാഷുമായിട്ട് ഏത് വേദിയിലും സംവാദത്തിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ PK ശ്യാമല ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പാടില്ല എന്നൊരു കമ്മിറ്റിയിലും ഇന്നേ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കമ്മിറ്റിയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാ കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടത് ഞാൻ ദീർഘകാലമായിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന ആളാണ്, ഞാൻ വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ്, എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇത്രയാണ്, 979 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന ആളാണ് ഞാൻ. ഇങ്ങനെ ത്യാഗപൂർണമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന
എന്നെ എന്തേ പരിഗണിക്കാത്തത്? എന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പരിഗണിച്ചുകൂടാ? എന്തുകൊണ്ടാണ് തളിപ്പറം അസംബ്ലി മണ്ഡലത്തിൽ എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കാത്തത്? ഇതല്ലേ മാഷ് എല്ലാ യോഗങ്ങൾക്കകത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത്? മാഷോട് സംസാരിച്ചവരോടെല്ലാം നിങ്ങൾ ഈ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്യാമല ടീച്ചർ മട്ടന്നൂർ മത്സരിക്കട്ടെ. അപ്പൊ ശ്യാമല ടീച്ചർ മത്സരിക്കുന്നതിനോടല്ലല്ലോ ഗോവിന്ദ മാഷ്ക്ക് വിയോജിപ്പ്. ശ്യാമല ടീച്ചർ സ്ഥാനാർത്ഥിത്വത്തോടല്ലല്ലോ വിയോജിപ്പിക്കുക. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതല്ലല്ലോ ശരിയായിട്ടുള്ള കാരണം. ഇന്നലെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ, പി കെ ശ്യാമളി എന്തേ മട്ടന്നൂർ നിങ്ങൾക്ക് മത്സരിപ്പിച്ചൂടെ? മട്ടന്നൂർ മത്സരിപ്പിക്കാം ശ്യാമല ടീച്ചർ. തളിപ്പറമ്പിൽ പറ്റില്ല എന്നുള്ളതല്ലേ നിങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെയാണ് പരിഗണിക്കേണ്ടുന്നത്. ഞാനാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി യോഗ്യൻ. എന്നെ അല്ലാതെ ഇവിടെ പരിഗണിക്കാൻ വേണ്ടി പാടില്ലേ? ഇതാണ് ടി കെ ഗോവിന്ദ മാഷയുടെ ആവശ്യം. ആ ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ടല്ലേ ഇദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും പാരമ്പര്യമുള്ള 970 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആള് ഒരാഴ്ച കൊണ്ട് അപ്പുറം മറുകണ്ഠം ചാടുന്ന കാഴ്ച ഈ നാട് കണ്ടിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനകത്തെ തെറ്റിനെതിരെ ഞാൻ പോരാടും. ഇതല്ലേ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ടിക്കകത്ത് എന്തൊക്കെയോ തെറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് പാർട്ടിയെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോരടിക്കുന്നുള്ളതല്ലേ. ഞാൻ ഈ പാർട്ടിയെ ശരിയിലേക്ക് കൊണ്ടുവരാൻ പോരടിക്കും. മാഷെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ ശരിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണി ജോസഫിന്റെ സഹായമാണോ നിങ്ങൾ തേടുന്നത്? ഈ നാടിനകത്ത് ജനങ്ങൾ പറ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സ് തെറ്റ് സംഭവിക്കുന്നു. നിങ്ങളെ വാദം അംഗീകരിക്കാൻ വേണമെങ്കിൽ, അങ്ങനെ പാർട്ടിക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് CPIM-നെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത മാർഗം എന്താ? KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പോയിട്ട് കണ്ടിട്ട് ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് തെറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പാർട്ടിയെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് KPCC പ്രസിഡന്റുമായിട്ടും പ്രതിപക്ഷ നേതാവുമായിട്ട് ചർച്ച ചെയ്തയാളല്ലേ നിങ്ങൾ എന്നുള്ളത് ഈ നാട് തിരിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത്, കുറച്ച് നാണവും മാരും ഉണ്ടെങ്കിൽ, ലേശം ഉളുപ്പും ഒരുമയുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് നിന്നുകൊണ്ട് KPCC പ്രസിഡന്റിനെ കാണുന്നു, VD സതീശനെ കാണുന്നു, പ്രതിപക്ഷ നേതാവിനെ കാണുന്നു. ഒരു നാടവുമില്ലാതെ ഇന്നലെ മയ്യിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്നവരുമായിട്ട് എല്ലാ ഗൂഢാലോചനയും നടത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് പോട്ടെ, അവിടെ ചിലപ്പോൾ വരുന്ന ആര് വന്നാലും ചിലപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട്, ഈ പാർട്ടി ഒറ്റുകൊടുത്തുകൊണ്ട്, ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പാർട്ടിയുടെ ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏത് പാരമ്പര്യ നിങ്ങൾ ഈ നാടകത്ത് മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ ഈ പാർട്ടി പരിഗണിക്കുന്നില്ലേ? മലപ്പെട്ട ജനങ്ങൾ പറയാ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മലപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുള്ളൂ, ഈ പാർട്ടി പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 1970-ലാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ CPIM-ന്റെ അംഗമാവുന്നത്. 1970-ലാണ് അംഗത്വത്തിലേക്ക് വരുന്നത്. 1989-ൽ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഈ പാർട്ടി ഒരു പരിഗണനയും നിങ്ങൾക്ക് തന്നില്ലല്ലോ. 1989-ൽ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നത്. 5 വർഷക്കാലം നിങ്ങളല്ലേ ഈ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് പാർട്ടി നിങ്ങൾ പരിഗണിച്ചതിന്റെ ഭാഗമായിട്ട് ആ മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ ഒഴിയുന്നു. ഉടൻ കണ്ണൂർ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് ആവുന്നു നിങ്ങൾ. എത്ര വർഷക്കാലം കണ്ണൂർ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായി നിങ്ങൾ? ആ പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം ദീർഘകാലം കണ്ണൂർ കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് നിങ്ങൾ അംഗമായിരുന്നു. കണ്ണൂർ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിൽ ദീർഘകാലം നിങ്ങൾ പ്രവർത്തിച്ചില്ലേ?
പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായില്ലേ? ഏത് പാർട്ടി പരിഗണിച്ചതിന്റെ ഭാഗമായിട്ട്? ഏത് പാർട്ടി പരിഗണിക്കാത്തതിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്നത്? പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിട്ട് മാറിയില്ലേ നിങ്ങൾ? ആ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിങ്ങൾ മാറുമ്പോ നിങ്ങൾ ക്ലയൻസ് റാംസിന്റെ ചെയർമാനായില്ലേ? ഏത് പാർട്ടിയെ പരിഗണിച്ചത്? സണ്ണി ജോസഫിന്റെ പാർട്ടിയെ? BD സതീശന്റെ പാർട്ടി പരിഗണിച്ചതിന്റെ ഭാഗമായിട്ട് ക്ലയൻസ് റാംസിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോ നിങ്ങൾ ഹാൻവീവിന്റെ ചെയർമാനായില്ലേ? ഏത് പാർട്ടിയാ പരിഗണിച്ചത്? നിങ്ങൾക്ക് പാർട്ടി ഒരു പരിഗണനയും തന്നിട്ടില്ല എന്നുള്ള സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് ആയില്ലേ നിങ്ങൾ? മയ്യൽ റോയൽ ടൂറിസം സൊസൈറ്റിയുടെ ചെയർമാനായില്ലേ നിങ്ങൾ? ഏത് പാർട്ടിയുടെ പരിഗണന? ഏതൊക്കെ 970 ഈ പാർട്ടിക്കകത്തേക്ക് വന്ന് നിങ്ങൾ ത്യാഗപൂർണമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രവർത്തനത്തെയൊന്നും ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ലേ? ത്യാഗം അന്നത്തെ കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങള് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഏത് സഖാക്കളും അനുഭവിക്കുന്നത് ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അവികസിതമായിട്ടുള്ള മലപ്പട്ടം കാൽനട യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താണ്ട് വരിക. അത് TK ഗോവിന്ദ മാഷ് മാത്രമല്ലല്ലോ. ഈ നാടകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വളർത്തിക്കൊണ്ടുവരുവാൻ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആ കാലയളവിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ത്യാഗം തന്നെയാണ് സഹിച്ചിട്ടുള്ളത്. കാൽനട യാത്രയായിട്ടാണ് പോയിട്ടുണ്ടാവുക. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലെന്ന്, ഇന്നത്തെ പോലെ വാഹനങ്ങളില്ലെന്ന് ആ കാലഘട്ടത്തിൽ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. അതിനൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലേ? ആ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ ഭാഗമായി ഈ പാർട്ടി എല്ലാ പരിഗണനയും നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഈ പാർട്ടി എല്ലാ പരിഗണനയും തന്നിട്ടുണ്ടല്ലോ. ഏത് ഘട്ടത്തിലാ പാർട്ടി തടഞ്ഞിട്ടുള്ളത്? ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പാർട്ടി ഒരു ഘട്ടത്തെ ചർച്ച ചെയ്തില്ലേ? എന്തേ നിങ്ങളെടുത്തുള്ള നിലപാട്? നിങ്ങളെടുത്തുള്ള നിലപാട് ആ യോഗത്തെ തന്നെ മറ്റൊരാൾ കൂടി മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അപ്പൊ നിങ്ങൾ തയ്യാറില്ല. അങ്ങനെ രണ്ടുപേരെന്തിനും ഇവിടുന്ന് മത്സരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനം ലഭിക്കില്ലെന്ന് പറഞ്ഞപ്പോ ലഭിക്കില്ല എന്ന് കരുതി അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കാനില്ല. എവിടെയാ പാർട്ടി നിങ്ങളെ പരിഗണിക്കാതിരുന്നിട്ടുള്ളത്? എവിടെയാണ് പാർട്ടി TK ഗോവിന്ദ മാഷ് തടഞ്ഞിട്ടുള്ളത്? എല്ലാ പരിഗണനയും നൽകിയിട്ടില്ലേ? എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് തന്നെയാണ് TK ഗോവിന്ദ മാസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തനം ഈ കാലം അത്രയും നടത്തിയിട്ടുള്ളത്. എന്നിട്ട് എന്തിനാ പാർട്ടി ഇങ്ങനെ നിങ്ങൾ കുത്തിവലിക്കുന്നത്? ആ പാർട്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ മുന്നിൽ കുത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നത്? നിങ്ങളാക്കിയുള്ള പാർട്ടിയെ, നിങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്നുള്ള പാർട്ടിയെ എന്തിന്റെ പേരിലാണ് ചവിട്ടി തേക്കുന്നത് എന്ന് ഈ മലപ്പട്ടം ജനതയോട് നിങ്ങൾ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, പാർട്ടി മെമ്പർഷിപ്പിന്റെ പ്രായത്തിന്റെ കണക്കൊക്കെ പറയുന്നില്ലേ? നേരത്തെ MP ജയരാജൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 5 ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിനകത്ത്. ഈ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ പാർട്ടി മെമ്പർഷിപ്പിനകത്തുള്ള നിരവധി ആളുകളില്ലേ? ഈ ചങ്കൊടി പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോഴാണ് ഓടി വന്നിട്ടുള്ളത്. ഇന്നലെയാണ് ഈ പരിപാടി തീരുമാനിച്ചത്. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ആഗ്രഹിക്കാത്ത, ഒരു ബാങ്കിന്റെ ഡയറക്ടർ സ്ഥാനത്ത് പോലും നിൽക്കാൻ വേണ്ടി കഴിയാത്ത, ഇല്ലെങ്കിൽ അത്ര പരിഗണന പോലും കിട്ടാത്ത നൂറുകണക്കിന് പാർട്ടി മെമ്പർമാരും അനുഭാവികളുമല്ലേ ഈ ചങ്കൊടി പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി വന്നിട്ടുള്ളത്. അതുപോലെയാ TK ഗോവിന്ദ മാഷിന്റെ കാര്യം. TK ഗോവിന്ദ മാഷ് അങ്ങനെയാണോ പരിഗണിച്ചത്? ഈ പാർട്ടി പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി പോലും പറ്റാത്തവരല്ല ഈ പാർട്ടിക്കകത്ത് ബഹുഭൂരിപക്ഷവും. ഒരു ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് പോലും കയറാൻ വേണ്ടി പറ്റില്ലല്ലോ. അവരെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയിൽ വന്ന ഘട്ടം മുതൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട്, എല്ലാ നിലയിലുമുള്ള പരിഗണനയും ലഭിച്ചുകൊണ്ട്, അർഹതപ്പെട്ട പരിഗണന തന്നെ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ലേ, പക്ഷെ എല്ലാ പരിഗണനകളും എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം 900 ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് മുതൽ ഇങ്ങോട്ടേക്ക് TK ഗോവിന്ദ മാഷ് നടത്തിയിട്ടുള്ളത്. അല്ലെന്ന് ആർക്കാ പറയാൻ വേണ്ടി പറ്റുക? ഈ മലപ്പട്ടം ജനതയ്ക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഞാനും നിങ്ങൾ കൺമുന്നിൽ കാണുന്നതല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഈ പാർട്ടി എന്നെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത്. ഈ പാർട്ടി എന്നെ പരിഗണിച്ചിട്ടേ ഇല്ല, ഒരു പരിഗണനയും എനിക്ക് തന്നിട്ടില്ലേ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കണം.
മാഷ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ഏറെക്കുറെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് മാഷ് തീരുമാനിച്ചതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തളിപ്പറമ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മയ്യിലേരി ഉൾപ്പെടെയാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചുമതല നിശ്ചയിച്ചിട്ടുള്ളത്. ആ ചുമതല നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇവിടുത്തെ MLA എന്നുള്ളത് കൊണ്ട് എന്ത് തന്നെയായാലും സംസ്ഥാന സെക്രട്ടറി വീണ്ടും മത്സരിക്കില്ലേ? ഇത് മാഷക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരമൊരു പരിഗണന കൊടുക്കില്ലെന്നറിയാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും ഇളവ് കൊടുത്തുകൊണ്ട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ നിലയിൽ തീരുമാനിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളല്ലേ മാഷ്. അപ്പൊ മാഷ് പിന്നെ കരുതുന്നത് എന്താ? MP ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മണ്ഡലത്തിനകത്ത് മത്സരിക്കാൻ ഞാനാണ് യോഗ്യൻ? ഈ മണ്ഡലത്തിനകത്ത് പരിഗണിക്കേണ്ടെന്ന് മറ്റൊരാളെ കാണുന്നില്ലേ? ഈ മണ്ഡലത്തിനകത്ത് എന്നെ തന്നെയാണ് പരിഗണിക്കുക. ചിലപ്പോ പാർട്ടിക്കകത്തുള്ള ചില ആളുകളും കുത്തിക്കൊടുക്കാനുണ്ടാവും. അനുഭാവികളും മെമ്പർമാരും പാർട്ടി മെമ്പർമാരുമായിട്ടുള്ള ആളുകള്. എന്നാൽ ഒന്ന് മാഷൊക്കെ ഒന്ന് സുഖിപ്പിച്ച് കളയാം, നിങ്ങളല്ലാതെ വേറെ ആര്? ഇങ്ങനെ പറഞ്ഞവരും ഉണ്ടാവും. നിങ്ങളല്ലാതെ ഇനി ആര് ഈ മണ്ഡലത്തിനകത്ത് മത്സരിക്കണം? അപ്പോ നിങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ മാഷം കൊണ്ട് ഉറപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പില് ഞാൻ തന്നെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഈ മണ്ഡലത്തിനകത്ത് വരേണ്ടുന്നത്. ഇതല്ലേ സത്യം? ഇതല്ലേ സത്യം? നിങ്ങൾ ജനങ്ങളോട് പറ. നിങ്ങൾ പറയും, ജനങ്ങളോട് പറ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇന്ന് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തി ഉടൻ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് നിങ്ങൾ അഭിമുഖം കൊടുത്തില്ലേ? മാധ്യമങ്ങളോട് നിങ്ങൾ എന്താ പറഞ്ഞത്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയും പച്ചക്കള്ളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതോ? അവര് പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനേക്കാളും വലിയ കള്ളമല്ലേ?